സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇത്തവണത്തെ പൂരം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. വെറും ആംബിവേർട്ടായ എനിക്ക് ഇതിൽ കൂടുതൽ എന്തല്ലേ സംഭവിക്കാൻ. എന്താ സംഭവിച്ചെന്ന് ലാസ്റ്റ് പറയാട്ടോ. പൂരം ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ പരിപാടി മുടി കളർ ചെയ്യലായിരുന്നു. പ്ലാൻ എൻ്റെ ആയിരുന്നു. എനിക്ക് കുറച്ച് തല ആവശ്യമുണ്ടായിരുന്നു. അതിന് ഇവർ നിന്ന് തന്നു മാത്രം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളി സക്സസ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാവേ. ഇതാണ് കേട്ടോ മുടി കളർ ചെയ്തതിൻ്റെ ലാസ്റ്റ് റിസൾട്ട്. പിന്നെ ഉച്ചയ്ക്ക് പപ്പടവും കാച്ചി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര ഹറിബറി ആയിരുന്നേ. പ്രാങ്ക്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ പൂരത്തിന് വന്ന ഒരു ആന പാപ്പാനെ ഉപദ്രവിച്ചിട്ട് അതിൻ്റെ ന്യൂസസ്, അങ്ങനെ കുറേ ആയിട്ട് നല്ലോണം സമയം പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ നമ്മൾ പൂരം കാണാൻ പോകല്. ഇത്തവണ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഒന്ന് ഇരുന്നപ്പോഴേക്കും വെല്ലിച്ചൻ പൂരം കാണാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വെല്ലിച്ചൻ്റെ പിന്നാലെ ഞങ്ങളും വെച്ച് പിടിച്ചു കേട്ടോ. നമ്മുടെ ഭാഗത്തുനിന്ന് അമ്പലത്തിലോട്ടൊരു പൂരം പോകുന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. സാധാരണ എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന പോലെ കൊട്ടും പാട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപകടം പറ്റിയതിൻ്റെ ഭാഗമായിട്ട് പൂരത്തിന് അധികം കൊട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദൈവളി ഇരുന്ന് ചെയ്യുന്നത് പൂരത്തിന് പോകുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുന്നതാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് പോകുന്ന പൂരം അത്യാവശ്യം ലോങ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് പാടത്തു കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലം അടുത്തെത്തും കേട്ടോ. അപ്പം നമ്മൾ ആ വഴിക്കാണ് നമ്മൾ നടന്നു പോയത്. കസിൻസും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് അതൊരു വേറെ രസമാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള പൂരത്തിനൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. കൊണ്ടുവന്ന ലിസ്റ്റൊക്കെ എടുത്ത് ദേ ആൾ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഗാനമേള തുടങ്ങുമ്പോഴേക്കും നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഇൻട്രസ്റ്റോടെ ഗാനമേള കാണാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇങ്ങനൊരു പണി വരുന്നുണ്ടെന്നുള്ളത്. വരുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞ് എന്നെയും കൈ പിടിച്ചായ ചേട്ടൻ പോവാന്നുണ്ടായത്. തിരിച്ചു വരുമ്പോൾ സ്റ്റേജും ഞാൻ നിന്നിരുന്ന സ്ഥലവും തമ്മിൽ എന്തോരം ദൂരമായിരുന്നെന്നോ. അപ്പോൾ ഓക്കെ, ബൈ.